ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് എന്ന ടി.എസ്. ആർതറുടെ സ്റ്റോറിയാണ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ അതുപടി വായിക്കുന്നു, അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മളിവിടെ പറഞ്ഞു പോകുന്നു. ഇതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഐ എം ഹിയർ, ശ്വേത അലോങ് വിത്ത് യു. അതിന് മുന്നേ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ആൻ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. ഓക്കെ, ഈ ഒരു ഷോർട്ട് സ്റ്റോറി അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ടി.എസ്. ആർതർ ആണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ലൈക്ക് വൈസ് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, മോറലി ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫിക്ഷൻ ആണ് അദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഈ ഒരു സ്റ്റോറി ഇറ്റ് ഈസ് എ ക്വൈറ്റ് ഇമോഷണൽ ടെയിൽ അബൌട്ട് കമ്പാഷൻ, കൈൻഡ്നെസ് ആൻഡ് ഹൗ എ സിംഗിൾ സിമ്പിൾ ആക്ട് ക്യാൻ ട്രാൻസ്ഫോം ആൻ എൻറ്റയർ ഫാമിലി. ഓക്കെ, ഒരു എൻറ്റയർ ഫാമിലിനെ എങ്ങനെയാണ് ഒരു സിമ്പിൾ ആക്ട്, വളരെ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ട് എങ്ങനെയാണ് ഒരു എൻറ്റയർ ഫാമിലിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നത് എന്ന കാര്യം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ടി.എസ്. ആർതർ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ ഈ സ്റ്റോറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ് us start An Angel in Disguise by ടി.എസ്. ആർതർ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. Idleness, vice and intemperance had done their miserable work and the dead mother lay cold and still amid her wretched children. She had fallen upon the threshold of her own door in a drunken fit and died in the presence of her frightened little ones. Okay, എന്താണ് ഇവിടെ പറയുന്നത്? ആദ്യം തന്നെ 3 നെഗറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ഐഡിൽനെസ്, വൈസ് ആൻഡ് ഇൻടെമ്പറൻസ്. എന്താണ് ഐഡിൽനെസ് എന്ന് പറഞ്ഞാല്? ഐഡിൽനെസ് മീൻസ് ലേസിനെസ്. ഓക്കെ, ലേസിനെസ്സിനെയാണ് ഐഡിൽനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മടി. ഓക്കെ, ഈ വൈസ് എന്ന് പറഞ്ഞാലോ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ബാഡ് മാനേഴ്സിനെയാണ് വൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. റൈറ്റ്. ലൈക്ക് വൈസ് ഇൻടെമ്പറൻസ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെവി ഡ്രിങ്കിങ് അല്ലെ. ഹെവി ഡ്രിങ്കിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ആ ഒരു നേച്ചർ ഇല്ലേ, അതിനെയാണ് ഇൻടെമ്പറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഐഡിൽനെസ്സും വൈസും ഇൻടെമ്പറൻസും ഒക്കെ ഉണ്ടായിരുന്ന ഒരമ്മ. ഓക്കെ, അവരാണ് ഈ ഒരു സ്റ്റോറിയിലെ ആദ്യ ഭാഗത്തെ ഇമേജ് ആയിട്ട് വരുന്നത്. അവര് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് മരിക്കുന്നത്? ബിക്കോസ് ഓഫ് ഹർ ആൽക്കഹോളിസം. ഓക്കെ, അപ്പം ആ ഒരു ഡ്രങ്കൺ ഫിറ്റില് തൻ്റെ സ്വന്തം ഡോർ സ്റ്റെപ്പിൽ വെച്ചാണ്, തൻ്റെ വീട്ടിന്റെ മുന്നിലുള്ള ഡോറിന്റെ സ്റ്റെപ്പിൽ വെച്ചാണ് അവർ കൊളാപ്സ് ആവുന്നതും മരിച്ചു വീഴുന്നത്. ഓക്കെ, ആൻഡ് ഷീ ഡൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ഫ്രൈറ്റൻഡ് ലിറ്റിൽ വൺസ്. ഓക്കെ, അപ്പം ഈ അമ്മയ്ക്ക് കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ആ ഒരു ഡോർ സ്റ്റെപ്പിൽ വെച്ച് അവർ കൊളാപ്സ് ആവുന്നതും മരിച്ചു വീഴുന്നത്. ഓക്കെ, നൗ ഡെത്ത് ടച്ചസ് ദ സ്പ്രിംഗ് ഓഫ് അവർ കോമൺ ഹ്യൂമാനിറ്റി. എന്താണ് പറയുന്നത്? വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ, ഫിഗറേറ്റീവ് ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലേ, അയ്യോ കഷ്ടായി പോയി, പാവമായിരുന്നു ആള് അല്ലെ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്, isn't it? അപ്പൊ അതുപോലെയാണ് പറയുന്നത്. ഡെത്ത് ടച്ചസ് ദ സ്പ്രിംഗ് ഓഫ് അവർ കോമൺ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് മേക്സ് പീപ്പിൾ ഫീൽ സിമ്പത്തി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. death touches the spring of our common humanity. This woman had been despised, scoffed at, and angrily denounced by nearly every man, woman, and child in the village. But now pity took the place of anger and sorrow of denunciation എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ എന്താണ് ഉദ്ദേശിക്കുന്നത്? when this lady was alive, okay, ഈ ഒരു അമ്മ ജീവിച്ചിരുന്ന സമയത്ത് almost everyone in the village hated her, mocked at her and even criticized her. Okay,
പലരും ഇവരെ വെറുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ പലരും ഇവരെ കളിയാക്കുന്നുണ്ട്, ഇവരെ വിമർശിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ആഫ്റ്റർ ഷീ ഡൈഡ് വാട്ട് ഹാപ്പൻസ്? സി ദെയർ ആങ്കർ ടേൺഡ് ഇൻടു പിറ്റി. അല്ലെ, ഈ സ്ത്രീയോട് അവർക്കുണ്ടായിരുന്ന ആ ഒരു ദേഷ്യം, അല്ലെ, അത് സഹതാപമായിട്ടാണ് മാറുന്നത്. Isn't it? And their harsh words turned into sadness. Okay, അപ്പം അമ്മയെ കുറ്റം പറഞ്ഞിരുന്ന, കളിയാക്കിയിരുന്ന, അല്ലെ, അവരെ വെറുത്തിരുന്ന പലരും ഈ കുട്ടികളുടെ അവസ്ഥ, അല്ലെ, അമ്മ മരിച്ചുപോയി, അവർ അനാഥരായി. അപ്പം ആ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് അവർക്ക് ആ ഒരു ദേഷ്യത്തിന് പകരം ഈ കുട്ടികളോടുള്ള പിറ്റിയാണ്, ആ ഒരു സഹതാപമാണ് മുന്നിട്ട് നിന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റൈറ്റ്. Now, neighbors went hastily to the old tumble-down hut in which she had secured little more than a place of shelter from summer heat and winter cold. Some with grave clothes for a decent interment of the body, and some with food for the half-starving children, 3 in number. Okay, അപ്പം ഇങ്ങനെ മരണവിവരം അറിഞ്ഞിട്ട് ചുറ്റുമുള്ള അയൽക്കാരൊക്കെ അങ്ങനെ ഈ ഒരു ടംബിൾ ഡൗൺ ഹട്ടിലോട്ട്, ടംബിൾ ഡൗൺ ഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിപ്പൊളിഞ്ഞ്, അല്ലെ, വീഴാറായി കിടക്കുന്ന, ബ്രോക്കൺ ഡൗൺ ആയിട്ടുള്ള ഒരു ഹട്ട്. ഓക്കെ, ഹട്ട് എന്ന് പറയുമ്പോൾ കുടിലാണ്, അല്ലെ. അപ്പൊ നെയ്ബേഴ്സ് ക്വിക്ലി വെന്റ് ടു ദ ബ്രോക്കൺ ഡൗൺ ഹട്ട് വേർ ഷി ഹാഡ് ലിവ്ഡ്. ഓക്കെ, അപ്പം ആ ഒരു വീടിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? സി ഇറ്റ് ബാർലി പ്രൊട്ടക്റ്റഡ് ഹർ ഫ്രം സമ്മർ ഹീറ്റ് ആൻഡ് വിന്റർ കോൾഡ്. അല്ലെ, അപ്പം ആ ഒരു തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുന്നതിനായിട്ട് അവർ താമസിച്ചിരുന്ന ആ ഒരു പൊട്ടി പൊളിഞ്ഞ, ഓക്കെ, തകർന്ന് വീഴാറായിട്ടുള്ള ആ ഒരു ഹട്ടിലോട്ട് ചുറ്റുമുള്ള നൈബേഴ്സ് ഒക്കെ എത്തുവാണ്. ഓക്കെ, റൈറ്റ്. ഇനി അവരിൽ ചിലർ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് നോക്കിക്കേ. സം വിത്ത് ഗ്രേവ് ക്ലോത്ത്സ് ഫോർ എ ഡീസെന്റ് ഇന്റർമെന്റ് ഓഫ് ദ ബോഡി ആൻഡ് സം വിത്ത് ഫുഡ് ഫോർ ദ ഹാഫ് സ്റ്റാർവിംഗ് ചിൽഡ്രൻ, 3 in number. ഓക്കെ, അപ്പൊ ഇതില് കുറച്ചു പേര് എന്താണ് കൊണ്ടുവരുന്നത്? ബറിയൽ ക്ലോത്ത്സ് ആണ് കൊണ്ടുവരുന്നത്, അല്ലെ. എന്തിനായിട്ട്? ടു ബറി ഹർ പ്രോപ്പർലി, അല്ലെ, അവളെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ബറി ചെയ്യുന്നതിനായിട്ട്. ഡീസെന്റ് ഇന്റർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് ബറി ചെയ്യുക, ഓക്കെ, കുഴിച്ചിടുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ ഫ്യൂണറൽ ടൈമിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ബറി ചെയ്യുന്നതിനായിട്ട് ബറിയൽ ക്ലോത്ത്സ് ആണ് കുറച്ചു പേര് കൊണ്ടുവരുന്നത്. ആൻഡ് സം വിത്ത് ഫുഡ് ഫോർ ദ ഹാഫ് സ്റ്റാർവിംഗ് ചിൽഡ്രൻ, 3 in number. ഓക്കെ, അപ്പൊ കുറച്ചുപേര് ഗ്രേവ് ക്ലോത്ത്സ് കൊണ്ടുവരുന്നു. പിന്നെ കുറച്ചു പേരാണെങ്കിലോ ഈ 3 hungry children, അല്ലെ, ആ അമ്മയ്ക്ക് 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വിശന്ന് വലഞ്ഞിരിക്കുന്ന ആ കുട്ടികൾക്കായുള്ള ഭക്ഷണമാണ് മറ്റു ചിലർ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, റൈറ്റ്. Now, of these, John, the oldest, a boy of 12, a stout lad able to earn his living with any farmer. Kate, between 10 and 11, bright and active, out of whom something clever might be made, if in good hands. But poor little Maggie, the youngest, was hopelessly deceased. Okay, ഇപ്പൊ എന്താ പറയുന്നത്? 3 മക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 മക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാ പറയുന്നത് നോക്കിക്കേ. ആദ്യത്തെ ആൾ ജോൺ ആണ്. Isn't it? ജോണിന്റെ വയസ്സ് 12 ആണ്. ഒരു സ്റ്റൗട്ട് ലാഡ് ആണ്. സ്റ്റൗട്ട് ലാഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്. സ്റ്റൗട്ട് മീൻസ് സ്ട്രോങ്. ഓക്കെ, ലാഡ് എന്ന് പറഞ്ഞാൽ ബോയ് ആണ്, അല്ലെ, അല്ലെങ്കിൽ ചൈൽഡ് എന്നുള്ള മീനിങ് ആണ് ലാഡിന് വരുന്നത്. അപ്പം സ്റ്റൗട്ട് മീൻസ് സ്ട്രോങ്. സ്ട്രോങ്, ഹി വാസ് സ്ട്രോങ് ഇനഫ് and he would be able to earn his living with any farmer. Okay, അപ്പം ആളൊരു സ്ട്രോങ് ആയിട്ടുള്ള 12-year-old ബോയ് ആയിരുന്നു, who could easily earn his living working for a farmer. ഇനി രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താണ്? കെയ്റ്റ് ആണ്, അല്ലെ. കെയ്റ്റിന്റെ ഏജ് ആണെങ്കിലോ ബിറ്റ്വീൻ 10 and 11 ആണ്, അല്ലെ. 10-11 വയസ്സ് പ്രായം കാണും കെയ്റ്റിന്. ഓക്കെ, ആൻഡ് ഷീ വാസ് സ്മാർട്ട് ആൻഡ് ലൈവ്ലി. ഓക്കെ, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ലൈവ്ലി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കെയ്റ്റ്. ആൻഡ് she could grow up well if raised properly എന്നാണ് ഇവിടെ ഓഥർ പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നല്ല രീതിക്ക് വളർത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ലൈക്ക് വുമണായി മാറാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് ആര്? കെയ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, now but poor little Maggie, the youngest, was hopelessly deceased. ഓക്കെ, അപ്പം ഇനി മൂന്നാമത്തെ കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. മാഗി എന്നാണ് അവളുടെ പേര്. അവളാണ് ഏറ്റവും താഴെയുള്ള കുട്ടി, മൂന്നാമതായിട്ടുള്ള കുട്ടി. ആൻഡ് ഷി വാസ് പെർമനന്റ്ലി സിക്ക് ആൻഡ് ഡിസേബിൾഡ് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പെർമനന്റ്ലി സിക്ക് ആണ്, ഡിസേബിൾഡ് ആണ്. ഓക്കെ, റൈറ്റ്. നൗ
2 years ago, a fall from a window had injured her spine, and she had not been able to leave her bed since, except when lifted in the arms of her mother. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മാഗി ഡിസേബിൾഡ് ആയത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 2 വർഷം മുന്നേ, ഓക്കെ, 2 years earlier, മാഗി ഹാഡ് ഫോളൻ ഫ്രം എ വിൻഡോ ആൻഡ് ഹേർട്ട് ഹർ ബാക്ക്. ഓക്കെ, ഒരു വിൻഡോയിൽ നിന്ന് താഴോട്ട് വീണ് മാഗിയുടെ സ്പൈനിന് പരിക്ക് പറ്റുന്നുണ്ട്, നട്ടെല്ലിന് ക്ഷതമേൽക്കുന്നുണ്ട്. ഓക്കെ, സിൻസ് ദെൻ ഷീ കുഡ് നോട്ട് മൂവ് ഫ്രം എ ബെഡ് അൺലെസ് ഹർ മദർ ക്യാരിഡ് ഹർ. ഓക്കെ, ഇന്ന് മുതൽ അവൾക്ക് ബെഡിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എഴുന്നേൽക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. അപ്പൊ അവളുടെ അമ്മയാണ് അവളെ ലൈക്ക് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. Now, let's continue. What is to be done with the children? That was the chief question now. The dead mother would go underground and be forever beyond all care or concern of the villagers. അല്ലേ? So, അവിടുത്തെ ആ ഫ്യൂണറലിനായിട്ട് എത്തിയിട്ട് ചുറ്റും കൂടി നിന്ന ആളുകൾ അല്ലെ, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എന്തായിരുന്നു? The most important question was what would happen to the ചിൽഡ്രൻ അല്ലെ, ഈ കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, വി നോ ദാറ്റ് ദ മദർ വുഡ് ബി ബറീഡ് അല്ലെ, ഇനി തൊട്ടടുത്ത ദിവസം തന്നെ അമ്മയെ ബറി ചെയ്യും. ആൻഡ് ദ വില്ലേജേഴ്സ് വുഡ് നോ ലോnger നീഡ് ടു വറി അബൌട്ട് isn't it? ഇനി അവളെ കുറിച്ച് ആലോചിച്ച് അല്ലെ, അമ്മയെ കുറിച്ച് ആലോചിച്ചുള്ള വറീസ് ഇനി വില്ലേജേഴ്സിന് ആവശ്യമില്ല. സോ ഇനി വറി ചെയ്യേണ്ടത് ആരെ കുറിച്ചാണ്? ഈ 3 കുട്ടികളുടെ ഭാവിയെ കുറിച്ചാണ് അല്ലെ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നൗ but the children must not be left to starve. Considering the matter and talking it over with his wife, Farmer John said that he would take John. Okay, അപ്പം അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലെ, ആള് മരിച്ചുപോയി, ഇനിയിപ്പം വില്ലേജേഴ്സിന് അവരെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതുപോലെയല്ല മക്കളുടെ കാര്യം, isn't it? സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം കുട്ടികൾ ഒരിക്കലും സ്റ്റാർവ് ചെയ്യാനായിട്ട് അല്ലെ, പട്ടിണിക്കിടാനായിട്ട് പാടില്ല. സോ ചിൽഡ്രൻ നീഡഡ് ഫുഡ് ആൻഡ് കെയർ അല്ലെ. അപ്പോ ഫാർമർ ജോൺസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആളൊരു ഫാമറാണ്. സോ ആള് തന്റെ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ജോണിനെ തന്റെ കൂടെ ലൈക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടും ആളെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടും ജോൺസ് തീരുമാനിക്കുന്നു. അങ്ങനെ ഫാമർ ജോണിനെ ഏറ്റെടുക്കാൻ തയ്യാറാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കൺസിഡറിങ് ദ മാറ്റർ ആൻഡ് ടോക്കിംഗ് ഇറ്റ് ഓവർ വിത്ത് ഹിസ് വൈഫ്, ഫാമർ ജോൺ സെഡ് ദാറ്റ് ഹി വുഡ് ടേക്ക് ജോൺ. ഇനി കേറ്റിന്റെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മിസ്സസ് എല്ലിസ്, who had been looking out for a bound girl, concluded that it would be charitable in her to make choice of Katie, even though she was too young to be of much use for several years. Okay, ഇപ്പൊ എന്താ പറയുന്നത്? ഇവിടെ കേറ്റിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ മിസ്സസ് എല്ലിസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നു. സോ മിസ്സസ് എല്ലിസ് ഒരു ബൗണ്ട് ഗേളിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു അത്. ഓക്കെ, അപ്പൊ ബൗണ്ട് ഗേൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഷീ നീഡ് ടു വർക്ക് ഫോർ ഹർ ഫാമിലി ഇൻ എക്സ്ചേഞ്ച് ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. ഓക്കെ, അപ്പം കേറ്റിനെ ബൗണ്ട് ഗേൾ ആയിട്ട് താൻ ഏറ്റെടുത്തോളാം എന്നുള്ള രീതിക്ക് മിസ്സസ് എല്ലിസ് പറയുകയാണ് ചെയ്യുന്നത്. ഈവൻ ദോ ലൈക്ക് മിസ്സസ് എല്ലിസ് ബിലീവ്സ് ദാറ്റ് കേറ്റ് വാസ് ടു യങ് ടു ബി വെരി യൂസ്ഫുൾ ഫോർ എ ഫ്യൂ ഇയേഴ്സ്. ഓക്കെ, കുറച്ച് വർഷങ്ങൾക്ക് അവൾ അത്ര അധികം യൂസ്ഫുൾ ആയിരിക്കില്ല, കാരണം ഷീ ഈസ് ടു യങ്. സ്റ്റിൽ ഷി വാസ് റെഡി ടു ടേക്ക് ഹർ, ഓക്കെ, വിത്ത് ഹർ. ഓക്കെ, അപ്പൊ അങ്ങനെ മിസ്സസ് എല്ലിസ് നമ്മുടെ കേറ്റിയെ അല്ലെങ്കിൽ കേറ്റിനെ സ്വീകരിക്കുന്നു. ഓക്കെ, ആസ് എ bound girl. Okay, now I could do much better, I know, said Mrs. Ellis, but as no one seems inclined to take her, I must act from a sense of duty, expect to have trouble with the child. For she is an undisciplined thing, used to having her own way. But no one said, I will take Maggie. Okay, അപ്പം മിസ്സസ് എല്ലിസ് എന്താണ് പറയുന്നത്? ഷീ സെഡ് ഷീ കുഡ് ഹാവ് ഫൗണ്ട് എ മോർ യൂസ്ഫുൾ ഗേൾ എൽസ്വെയർ അല്ലെ. മറ്റു സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുവാണെങ്കിൽ ഇതിനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടാതെ ഒന്നും ഇരിക്കില്ല എന്ന് മിസ്സസ് എല്ലിസ് പറയുന്നു. ബട്ട് സിൻസ് നോബഡി എൽസ് വാണ്ടഡ് കേറ്റ്, ഷീ ഫെൽറ്റ് ഇറ്റ് വാസ് എ ഡ്യൂട്ടി ടു ടേക്ക് ഹർ ഇൻ. ഓക്കെ, പക്ഷെ മറ്റാർക്കും കേറ്റിനെ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് അല്ലെ, താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് തന്നെ
താൻ അവളെ ഏറ്റെടുക്കേണ്ടത് തന്റെ ഡ്യൂട്ടിയാണ് എന്ന്, തന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മിസ്സസ് എല്ലിസിന് തോന്നുന്നു. Even though she expected Kate might be difficult since she was used to getting her own way. Okay. അപ്പം കേറ്റിനെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. കാരണം അവൾ സ്വന്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടി with a sense of duty, she was ready to take her. Okay. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Then, but no one said, I will take Maggie. അല്ലെ, so sad, isn't it? അല്ലെ, പക്ഷെ ആരും തന്നെ എന്ത് പറയുന്നില്ല, ഞാൻ മാഗിയെ കൊണ്ടുപോയിക്കോളാം, അല്ലെ, ഞാൻ മാഗിയെ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നില്ല. ഓക്കെ. Pitying glances were cast on her wan and wasted form, and thoughts were troubled on her account. Okay. സോ മാഗിയെ എങ്ങനെയാണ് ആളുകൾ നോക്കുന്നത്? വിത്ത് പിറ്റി, isn't it? മാഗിയുടെ ആ ഒരു പെയിൽ, വീക്ക് ലിറ്റിൽ ബോഡിയെ വളരെ പിറ്റിയോടുകൂടിയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. ആൻഡ് they felt troubled and worried about what would happen to her. Okay. എന്ത് സംഭവിക്കും അവൾക്ക് എന്നുള്ളൊരു തോട്ട് അവരുടെ എല്ലാം മനസ്സിൽ ഇങ്ങനെ വറിയിങ് ആയിട്ടുള്ള ഒരു തോട്ടായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. Now, mother's broadcast of garments and removing her soiled and ragged clothes dressed her in clean attire. The sad eyes and patient face of the little one touched many hearts, but none wanted a bedridden child. Okay. അപ്പം പലരും അല്ലെ, നെയ്ബേഴ്സിൽ പലരും അവിടെ എത്തി അവർ നീക്കിവെച്ച, വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച തുണിത്തരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് കാസ്റ്റ് ഓഫ് ഗാർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത്തരത്തിലുള്ള അവർക്ക് ആവശ്യമില്ലാത്ത, ഓക്കെ, ഓൾഡ് ക്ലോത്ത്സ് ദേ നോ ലോങ്കർ നീഡഡ്. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഓൾഡ് ക്ലോത്ത്സ് കൊണ്ടുവന്ന് അവളുടെ ആ ഒരു സോയിൽഡ് ആയിട്ടുള്ള, അല്ലെ, സോയിൽഡ് എന്ന് പറഞ്ഞാൽ ഡേർട്ടി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. റാഗ്ഡ് എന്ന് പറഞ്ഞാൽ ടോൺ അഥവാ കീറിപ്പറിഞ്ഞ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ അവളുടെ ആ ഒരു ഡേർട്ടി ആയിട്ടുള്ള, ടോൺഡ് ആയിട്ടുള്ള, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവർക്ക് വേണ്ടാത്ത, ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് നമ്മുടെ മാഗിയെ ധരിപ്പിക്കുന്നുണ്ട്. ഓക്കെ. Now, the sad eyes and patient face of the little one touched many hearts. അല്ലെ, അവളുടെ ആ ഒരു സാഡ് ഐസും ആ ഒരു പേഷ്യന്റ് ഫേസും ഒക്കെ പല ആളുകളുടെയും ഹൃദയത്തെ ടച്ച് ചെയ്യുന്നുണ്ട്. But still, no one wanted to take in a child who could not get out of a bed. അല്ലെ, ഒരു ബെഡിൽ നിന്ന് അനങ്ങാൻ സാധിക്കാത്ത ഒരു കുട്ടിയെ ആർക്കും തന്നെ ഏറ്റെടുക്കാൻ വയ്യായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. റൈറ്റ്. Take her to the poorhouse, said a rough man. Nobody is going to be bothered with her. The poorhouse is a sad place for a sick and helpless child, answered one. അപ്പം അവിടെ കൂടി നിന്ന ആളുകളിൽ ഒരാൾ പറയാണ്, ടേക്ക് ഹർ ടു ദ പുവർ ഹൗസ്. പുവർ ഹൗസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വളരെ പാവപ്പെട്ട, ആശ്രയം ഏതുമില്ലാതെയുള്ള ആളുകൾക്കായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഓക്കെ. സോ അവളെ പുവർ ഹൗസിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ലൈക്ക് അതിലുള്ള ഒരാള്, ആ കൂട്ടത്തിലുള്ള ഒരാള് പറയുന്നത്, സിൻസ് നോ വൺ വാണ്ടഡ് ദ ബർഡൻ ഓഫ് കെയറിംഗ് ഫോർ ഹർ. ഓക്കെ. പക്ഷെ മറ്റ് ഒരാൾ പറയുന്നത് എന്താണ്, ഇതിനൊരു റിപ്ലൈ എന്നുള്ള രീതിക്ക് മറ്റൊരാളെ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ദ പുവർ ഹൗസ് വുഡ് ബി എ സാഡ് അൺകെയറിംഗ് പ്ലേസ് ഫോർ എ സിക്ക് ഹെൽപ്ലെസ് ചൈൽഡ് ലൈക്ക് മാഗി. അല്ലെ, ഈ മാഗിയെ പോലെയുള്ള സിക്ക് ആയിട്ടുള്ള, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു ചൈൽഡിന് ഉറപ്പായിട്ടും പുവർ ഹൗസ് എന്ന് പറയുന്നത് ഒരു അൺകെയറിംഗ് ആയിട്ടുള്ള, സാഡ് ആയിട്ടുള്ള, ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നു. ഓക്കെ. Now, for your child or mine, said the other, lightly speaking, but for this brat it will prove a blessed change. She will be kept clean, have healthy food and be doctored, which is more than can be said of her past condition. Okay. അപ്പൊ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന മറ്റൊരാൾ പറയാണ്, ഓക്കെ, ലൈക്ക് ഒരു നോർമൽ ചൈൽഡിന്, എന്റെയോ നിങ്ങളുടെയോ പോലെയുള്ള ഏതെങ്കിലും ഒരു നോർമൽ ചൈൽഡ് ആയിരുന്നുവെങ്കിൽ അത് ചിലപ്പം ആ പുവർ ഹൗസ് ഒരു ബുദ്ധിമുട്ടുള്ള, സാഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയി മാറിയേനെ. പക്ഷെ നോട്ട് ഫോർ മാഗി, ഹി സേസ് ഇൻ എ വെരി കാഷ്വൽ മാനർ. ഓക്കെ. എന്തുകൊണ്ടാണത്? സി, മാഗിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വുഡ് ആക്ച്വലി ബി ആൻ ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിക്കാണ്, ഓക്കെ, ബ്ലെസ്ഡ് ചേഞ്ച് എന്നുള്ള രീതിക്കാണ് അയാൾ അതിനെ കാണുന്നത്. ഓക്കെ. വൈ? ബിക്കോസ് ഷി വുഡ് ഗെറ്റ് ക്ലെൻലിനെസ്. അല്ലെ, അവിടെ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടും, ഗുഡ് ഫുഡ് കിട്ടും, മെഡിക്കൽ കെയർ കിട്ടും. ഓക്കെ. സോ ദീസ് ആർ ദ തിങ്സ് ഷി നെവർ ഹാഡ് ബിഫോർ. ഓക്കെ. ഇതൊന്നും അവൾക്ക് മുന്നേ അവളുടെ വീട്ടിൽ കിട്ടിയിട്ടില്ല. സോ ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ പുവർ ഹൗസ് ഒരു ബ്ലെസ്ഡ്
ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് ആയിരിക്കും ആ കുട്ടിയുടെ ജീവിതത്തിൽ മാറുക എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, so there was reason in that, but still it didn't satisfy. The day following the day of death was made the day of burial. ഓക്കെ, അപ്പം ഈ പറയുന്ന ആർഗ്യുമെന്റ് ഒക്കെ അല്ലെ, ഇപ്പം പറഞ്ഞ ആർഗ്യുമെന്റ് ഒക്കെ ഇറ്റ് മേക്സ് സം ലോജിക്കൽ സെൻസ്, ബട്ട് ഇറ്റ് സ്റ്റിൽ ഡിഡ്ന്റ് ഫീൽ റൈറ്റ് ടു ദ ലിസണേഴ്സ്. ഓക്കെ, അപ്പൊ ലിസണേഴ്സിന് ഇത് കേട്ടപ്പം അത്രയ്ക്ക് നല്ല കാര്യമായിട്ടൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദ മദർ വാസ് ബറീഡ് ദ വെരി നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ഷീ ഡൈഡ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആ അമ്മ മരിച്ച് അല്ലെ തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ ബറിയൽ നടക്കുന്നുണ്ട്. ഓക്കെ, right. A few neighbors were at the miserable hovel, but none followed the cart as it bore the unhonored remains to its pauper grave. Okay, എന്താണ് പറയുന്നത്? സി, അവരുടെ ആ ഒരു ഹവലില്, ആ ഒരു ഹട്ടില് a few neighbors gathered. Okay, ആ ഒരു poor ഹട്ടില് കുറച്ച് നെയ്ബേഴ്സ് ഒക്കെ അവിടെ വന്ന് കൂടി നിൽക്കുന്നുണ്ട്. But nobody walked behind the cart that carried her body to a plain grave for the poor. Okay, സാധാരണ പുവർ ആയിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളെ ബറി ചെയ്യുന്ന ആ പ്ലേസിലോട്ട് ഈ ഡെഡ് ബോഡിയെയും വഹിച്ചുകൊണ്ട് കാർട്ട് പോകുന്ന സമയത്ത് അതിന്റെ കൂടെ പോവാൻ ആ നെയ്ബേഴ്സിൽ ആരും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ആൻഡ് വാട്ട് റിമെയിൻസ്, ലെറ്റ് us see. Yes, Farmer Johns, after the coffin was taken out, placed John in his wagon and drove away, satisfied that he had done his part. Okay, അപ്പം അങ്ങനെ ആ ബറിയലൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെ, കോഫിൻ റിമൂവ് ചെയ്തതിന് ശേഷം ഫാമർ ജോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ജോണിനെ തന്റെ വാഗണിലിരുത്തി ഓക്കെ, തന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ള രീതിക്കുള്ള ഒരു മുഖഭാവത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി മിസ്സസ് എല്ലിസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. Mrs. Ellis spoke to Kate with a hurried air, bid your sister goodbye, and drew the tearful children apart, even before their lips had touched in a sobbing farewell. Okay, so Mrs. Ellis എന്താണ് ചെയ്യുന്നത്? She quickly told Kate to say goodbye to her sister. മാഗിയോട് പെട്ടെന്ന് തന്നെ ഗുഡ് ബൈ പറയൂ എന്ന് കേറ്റിനോട് പറയുന്നു. എന്നിട്ടോ she pulled the crying children apart before they could even finish their emotional goodbye. അല്ലെ, ആ ഒരു ഇമോഷണൽ ഗുഡ് ബൈ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ എലിസ് നമ്മുടെ കേറ്റിനെ പിടിച്ചു വലിച്ച് തന്റെ കൂടെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. Now, hastily others went out, some glancing at Maggie and some resolutely refraining from a look, until all had gone. She was alone. See, അപ്പം നമ്മുടെ ഫാമർ ജോൺസ് ജോണിനെയും കൊണ്ടുപോയി അല്ലെ, മിസ്സസ് എലിസ് കേറ്റിനെയും കൊണ്ടുപോയി. isn't it? ആ സമയത്ത് മറ്റുള്ളവരും പെട്ടെന്ന് വീട്ടിനകത്തിന്ന് പുറത്തോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, എവ്രിവൺ എൽസ് ഹറീഡ് ഔട്ട്. ഓക്കെ, ആ സമയത്ത് some glanced at Maggie with pity, others deliberately avoided looking at her. ഓക്കെ, അങ്ങനെ ചിലർ മാഗിയെ വളരെ പിറ്റിയോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്, മറ്റു ചിലരാണെങ്കിലോ റെസല്യൂട്ട്ലി റിഫ്രെയിനിങ് അല്ലെ, ഡെലിബറേറ്റ്ലി വേണമെന്ന് വെച്ച് അവളെ നോക്കുന്നതിൽ നിന്ന് നോക്കാതിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഡെലിബറേറ്റ്ലി അവോയ്ഡഡ് ലുക്കിംഗ് അറ്റ് ഹർ. ഓക്കെ, until finally everyone had left. Thus Maggie was completely alone. അല്ലെ, മാഗി ഒറ്റയ്ക്കായി. Just beyond the threshold, Joe Thompson, the wheelwright, paused and said to the blacksmith's wife, who was hastening off with the rest, "It is a cruel thing to leave her so." അപ്പോഴാണ് നമ്മുടെ ഈ സ്റ്റോറിയിൽ ആ ഒരു കഥാനായകൻ ഇവിടെ വരുന്നത് അല്ലേ. ആരാണത്? ജോ തോംസൺ ആണ്. isn't it? ജോ തോംസൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ, ജോ തോംസൺ. ഓക്കെ, അപ്പൊ ആരാണ്? ആളൊരു വീൽ റൈറ്റ് ആണ്. വീൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ വീൽ റൈറ്റ് എന്ന് പറയുന്നത്? വാഗൻസിന്റെ ഒക്കെ വീൽസ് ഉണ്ടാക്കുകയും റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് വീൽ റൈറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ he was standing there just outside the door. Okay, Joe Thompson, he was a person who built and repaired wheels and wagons. Okay, so അത്തരത്തിലുള്ള Joe Thompson, he was standing just outside the door. Okay, and what he did, he stopped and told the blacksmith's wife who was coming out. Okay, അപ്പോൾ വീട്ടിന് പുറത്തോട്ട് വളരെ വേഗത്തിൽ വരുവായിരുന്ന ഒരു ബ്ലാക്ക് വൈഫിനെ അവിടെ തടഞ്ഞു നിർത്തി ജോ തോംസൺ അവരോട് പറയുന്നുണ്ട്. എന്താണ്? that it was cruel to leave Maggie alone like this. അല്ലെ, മാഗിയെ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട്
ഒറ്റയ്ക്കാക്കി പോകുന്നത് വളരെ ക്രൂവലായിട്ടുള്ള ഒരു കാര്യമാണ്, ക്രൂരതയാണ് എന്ന് ജോ തോംസൺ പറയുന്നുണ്ട്. അപ്പം അതിന് ബ്ലാക്ക് സ്മിത്തിന്റെ വൈഫ് പറയുന്ന റിപ്ലൈ നോക്കിക്കേ. Then take her to the poorhouse. She will have to go there, answered the blacksmith's wife, springing away and leaving Joe behind. Okay, അപ്പം ബ്ലാക്ക് സ്മിത്തിന്റെ വൈഫ് എന്താണ് പറയുന്നത്? ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അല്ലെ, യു ഷുഡ് ടേക്ക് ഹർ ടു ദ പുവർ ഹൗസ് ഹിംസെൽഫ്, അല്ലെ യുവർ സെൽഫ്, ഇസ്ന്റ് ഇറ്റ്? അതായത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവളെ പുവർ ഹൗസിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഇവിടെ ബ്ലാക്ക് സ്മിത്തിന്റെ വൈഫ് പറയുന്നത്. ഓക്കെ, and then she hurried off. Okay, right. For a little while the man stood with a puzzled air, then he turned back and went into the hovel again. Okay, കുറച്ചു നേരം ജോ തോംസൺ എന്ത് ചെയ്യുന്നുണ്ട്? കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെ? puzzled air means confused. Okay, എന്നിട്ടോ then he made up his mind, turned around and walked back into the hut. Okay, അപ്പം ആളൊരു ഡിസിഷൻ ഒക്കെ എടുത്ത് മെല്ലെ മാഗി കിടക്കുന്ന ആ ഹട്ടിന്റെ അല്ലെ അകത്തോട്ട്, ആ റൂമിലോട്ട് ആള് കയറി പോവാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. Maggie, with painful effort, had raised herself to an upright position and was sitting on the bed, straining her eyes upon the door, out of which all had just departed. Okay, അപ്പൊ മാഗി എന്താണ് ഹട്ടിന്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ടായിരുന്നേ? മാഗി was struggling with pain, അല്ലെ? And she had managed to sit up on her bed and was staring hard at the door through which everyone had just left. Okay, അപ്പൊ എല്ലാവരും അല്ലെ പുറത്തോട്ട് ഇറങ്ങിപ്പോയപ്പം മാഗി വാസ് ലുക്കിംഗ് ഇൻ ദാറ്റ് വേ. ഓക്കെ, ആ ഒരു ഡോറിന്റെ ആ ഒരു വഴിയിലോ ആ ഡോറിലോട്ട്, ആ ഡോറിന്റെ സൈഡിലോട്ട് നമ്മുടെ മാഗി നോക്കുവാണ്. ആൻഡ് ഷി വാസ് സിറ്റിംഗ് അപ്രൈറ്റ്. ഓക്കെ, ആൻഡ് ഷി വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് പെയിൻ ടു. ഓക്കെ, അപ്പൊ ആ സമയത്ത് a vague terror had come into her thin white face. "Oh, Mr. Thompson," she cried out, catching her suspended breath, "don't leave me here all alone." Okay, so അവളുടെ ആ സമയത്ത് ആ ഫേസിൽ അല്ലെ, അവളുടെ ഫേസിൽ ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള ഫിയർ അല്ലെ അവളുടെ ഫേസിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവൾ അവിടെ നിൽക്കുന്ന ജോ തോംസനെ കാണുന്നത്. സോ തോംസനോട് അവൾ പറയുന്നത് എന്താണ്? "ഓ മിസ്റ്റർ തോംസൺ," അല്ലെ, "don't leave me here all alone" എന്നാണ് പറയുന്നത്. So she cried out to Mr. Thompson, gasping for breath, begging him not to leave her by herself. Okay, അപ്പൊ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോവല്ലേ എന്ന് ജോൺ തോംസനോട് പറയുന്ന മാഗി അല്ലെ, അതാണ് നമുക്ക് ഈ പാർട്ട് 1ന്റെ അവസാന ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടുള്ളത് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന പോസ് ആൻഡ് പോണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അവസാനത്തോട്ട് വെക്കാം. ഇതിന്റെ റിമൈനിങ് പാർട്ടിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പാർട്ട് 1 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. Happy learning.